നമസ്കാരം സുഹൃത്തുക്കളെ, ഏവർക്കും ഇൻഫോ മീഡിയ അപ്ഡേറ്റ്സിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. സോഷ്യൽ മീഡിയയിലും യൂട്യൂബിലുമെല്ലാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഒരു വാർത്ത വ്യാപകമായി പ്രചരിക്കുകയാണ്. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തി ഇനി പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നു, പഴയ ഗുണഭോക്താക്കൾക്ക് പെൻഷൻ കിട്ടില്ല എന്നിങ്ങനെ പല തരത്തിലുള്ള വാർത്തകളാണ് പ്രചരിക്കുന്നത്. എന്നാൽ ഈ വാർത്തകളിൽ എത്രത്തോളം സത്യമാണുള്ളത്? ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഔദ്യോഗികമായി ഇതുവരെ അറിയിച്ചിരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. അതിനാൽ വീഡിയോ അവസാനം വരെ കാണുക. കാരണം തെറ്റായ വാർത്തകൾ വിശ്വസിച്ച് പലരും അനാവശ്യ ആശങ്കയിലാണ്. ആദ്യം തന്നെ എന്താണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ എന്ന് നോക്കാം. കേരളത്തിൽ സാമ്പത്തികമായി പിന്നോക്കാവസ്ഥയിലുള്ള ചില സ്ത്രീകൾക്ക് സഹായകമായി നടപ്പാക്കിയിരുന്ന ക്ഷേമ പദ്ധതികളിൽ ഒന്നാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതി. ഈ പദ്ധതി വഴി അർഹരായ ഗുണഭോക്താക്കൾക്ക് പ്രതിമാസ ധനസഹായം ലഭിച്ചു വരികയാണ്. പല കുടുംബങ്ങൾക്കും ഈ സഹായം ജീവിത ചിലവിന്റെ ഒരു പ്രധാന ഭാഗമായിരുന്നു. സർക്കാർ നിലവിലുള്ള സ്ത്രീ സുരക്ഷാ പെൻഷൻ സംവിധാനത്തെ വിലയിരുത്തുകയാണെന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ഇത് ഉടൻ അവസാനിപ്പിച്ചുവെന്നോ എല്ലാവരുടെയും പെൻഷൻ നിർത്തിയെന്നോ ഔദ്യോഗിക ഉത്തരവുകളൊന്നും നിലവിൽ പുറത്തു വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഇന്നു മുതൽ പെൻഷൻ അവസാനിച്ചു എന്ന രീതിയിലുള്ള വാർത്തകൾ വിശ്വസിക്കുന്നതിന് മുൻപ് ഔദ്യോഗിക അറിയിപ്പുകൾ പരിശോധിക്കണം. എന്തുകൊണ്ടാണ് ഈ മാറ്റം? പുതിയതായി സ്ത്രീ സുരക്ഷാ പെൻഷനിൽ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നിലവിലുള്ള പദ്ധതി വളരെ പരിമിതമായ വിഭാഗം ആളുകളിലേക്ക് മാത്രമാണ് എത്തുന്നത് എന്ന വിലയിരുത്തലാണ് വിവിധ ചർച്ചകളിലൂടെ ഉയരുന്നത്. അതുകൊണ്ട് കൂടുതൽ സ്ത്രീകളെ ഉൾപ്പെടുത്തുന്ന രീതിയിലുള്ള പുതിയ ക്ഷേമ പദ്ധതി കൊണ്ടുവരാനുള്ള സാധ്യതകളാണ് പരിശോധിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ലക്ഷ്യം വെറും ധനസഹായം നൽകുക മാത്രമല്ല, സ്ത്രീകളുടെ സാമ്പത്തിക സ്വയം പര്യാപ്തത വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള സമഗ്രമായ പദ്ധതിയാകണമെന്ന ചർച്ചകളും നടക്കുന്നു. ഇനി ഭാവിയിൽ അർഹതാ മാനദണ്ഡങ്ങളിൽ മാറ്റം വരും. അപേക്ഷാ നടപടികൾ പുതുക്കിയേക്കാം, രേഖകൾ വീണ്ടും പരിശോധിച്ചേക്കാം, ഡിജിറ്റൽ പരിശോധനകൾ ശക്തമായി നോക്കിയേക്കാം, ബാങ്ക് വിവരങ്ങളും ആധാർ വിവരങ്ങളും കൂടുതൽ കൃത്യതയോടെ പരിശോധിക്കാനിടയുണ്ട്. ഇവയെല്ലാം സാധ്യതകളാണ്. ഔദ്യോഗിക ഉത്തരവ് വന്നാൽ അന്തിമമായി നമ്മൾക്ക് ഉറപ്പിക്കാം. ഇനി നിലവിലെ ഗുണഭോക്താക്കൾ ആശങ്കപ്പെടേണ്ടതുണ്ടോ എന്നുള്ള കാര്യമുണ്ട്. ഇല്ല എന്നുള്ളതാണ്. ഇപ്പോൾ പെൻഷൻ ലഭിക്കുന്നവർ അനാവശ്യമായി ഭയപ്പെടേണ്ട സാഹചര്യമില്ല. കാരണം നിലവിലുള്ള ഗുണഭോക്താക്കളെ ഉടൻ ഒഴിവാക്കുന്നതിനായി ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല. സർക്കാർ പുതിയ സംവിധാനം നടപ്പിലാക്കാൻ തീരുമാനിച്ചാലും അതിനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സമയം വേണ്ടിവരും. അതുകൊണ്ട് ഒരു ദിവസം കൊണ്ടോ ഒരാഴ്ച കൊണ്ടോ വലിയ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് കരുതേണ്ടതില്ല. അതുപോലെ രേഖകൾ തയ്യാറാക്കി വെക്കുന്നത് എന്തുകൊണ്ട് പ്രധാനമാണെന്നുള്ള ചോദ്യമുണ്ട്. ഭാവിയിൽ പുതിയ അപേക്ഷകൾ ക്ഷണിക്കുകയോ വിവരങ്ങൾ പുതുക്കാൻ ആവശ്യപ്പെടുകയോ ചെയ്താൽ ആവശ്യമായ രേഖകൾ തയ്യാറാക്കിയിരിക്കണം. ഉദാഹരണത്തിന് ആധാർ വിവരങ്ങൾ ശരിയായിരിക്കണം, ബാങ്ക് അക്കൗണ്ട് സജീവമായിരിക്കണം, ബാങ്ക് അക്കൗണ്ടും ആധാറും ബന്ധിപ്പിച്ചിട്ടുണ്ടോ എന്നുള്ള പരിശോധിക്കണം, മൊബൈൽ നമ്പർ പുതുക്കിയിട്ടുണ്ടോ എന്ന് ഉറപ്പാക്കുക, പ്രായം തെളിയിക്കുന്ന രേഖകൾ സുരക്ഷിതമായി സൂക്ഷിക്കുക, മറ്റാവശ്യമായ തിരിച്ചറിയൽ രേഖകൾ കൈവശം വയ്ക്കുക. ഇവ സാധാരണ മുൻകരുതലുകളാണ്. ഇനി ഒരു ചോദ്യമുണ്ട്, പുതിയ അപേക്ഷകൾ ഇപ്പോൾ സ്വീകരിക്കുകയാണോ എന്നുള്ളത്. ഇതുവരെ സ്ത്രീ സുരക്ഷാ പെൻഷനുമായി പുതിയ അപേക്ഷകൾ ആരംഭിച്ചതായി ഔദ്യോഗിക അറിയിപ്പുകളില്ല. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ തന്നെ അപേക്ഷിക്കൂ, അവസാന അവസരം എന്നൊക്കെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചാൽ വിശ്വസിക്കരുത്. സർക്കാർ ഔദ്യോഗികമായ വിജ്ഞാപനം പുറത്തിറക്കിയാൽ മാത്രമേ അപേക്ഷാ നടപടികൾ ആരംഭിക്കുകയുള്ളൂ. ഒരു വാർത്ത കണ്ട ഉടനെ അത് സത്യമാണെന്ന് കരുതരുത്. പ്രത്യേകിച്ച് സർക്കാർ ഉത്തരവിനെ പകർപ്പ് കാണിക്കാത്ത വാർത്തകൾ, ഉത്തരമില്ലാത്ത സന്ദേശങ്ങൾ, ഇന്നു മുതൽ ഉടൻ എല്ലാവർക്കും അവസാന അവസരം തുടങ്ങിയ തലക്കെട്ടുകൾ ഉപയോഗിക്കുന്ന വീഡിയോകൾ, ഔദ്യോഗിക രേഖകളില്ലാത്ത അവകാശവാദങ്ങൾ, ഇത്തരം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് മുൻപ് 2 തവണ പരിശോധിക്കുക. ഇനി സർക്കാർ സ്ത്രീക്ഷേമ പദ്ധതികളെ കുറിച്ച് പുതിയ നയങ്ങൾ പ്രഖ്യാപിക്കുന്ന സാഹചര്യം ഉണ്ടാവാം. പക്ഷെ അതുമായി ബന്ധപ്പെട്ട എല്ലാ വിവരങ്ങളും ഔദ്യോഗിക ഉത്തരവുകൾ വന്ന ശേഷം മാത്രമേ അന്തിമമായി ഉറപ്പിക്കാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നിലവിലുള്ള ഗുണഭോക്താക്കൾ അഭ്യൂഹങ്ങൾ കേട്ട് ആശങ്കപ്പെടേണ്ട കാര്യമില്ല. സുഹൃത്തുക്കളെ, ക്ഷേമ പദ്ധതികളെ കുറിച്ചുള്ള അഭ്യൂഹങ്ങൾ പലപ്പോഴും ആളുകളിൽ ആശങ്ക സൃഷ്ടിക്കാറുണ്ട്. അതിനാൽ സ്ഥിരീകരിക്കാത്ത വിവരങ്ങൾ വിശ്വസിക്കാതെ സർക്കാർ ഔദ്യോഗികമായി പുറത്തിറക്കുന്ന ഉത്തരവുകളും അറിയിപ്പുകളും അടിസ്ഥാനമാക്കി മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ഈ വിഷയത്തിൽ ഔദ്യോഗികമായി പുതിയ ഉത്തരവോ അപേക്ഷാ നടപടികളോ പ്രഖ്യാപിക്കുകയാണെങ്കിൽ അതിന്റെ മുഴുവൻ വിവരങ്ങളും വ്യക്തമായി വിശദീകരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ്. വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും
പങ്കുവയ്ക്കാനും ബന്ധപ്പെട്ട വിശ്വാസയോഗ്യമായ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൻ അമർത്താനും മറക്കരുത്. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.